കോഴിക്കോട് എലത്തൂർ നിന്നാണ് എസ്കെൻ ആ വാർത്ത വരുന്നത്. എടക്കാട് യൂണിയൻ സ്കൂൾ ബൂത്തിൽ വ്യാജ പരാതി നൽകിയ ആൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. വോട്ട് ചെയ്തപ്പോൾ വോട്ട് പതിഞ്ഞത് മറ്റൊരു ചിഹ്നത്തിലെന്ന് പരാതിപ്പെട്ടെങ്കിലും ടെസ്റ്റ് വോട്ടിൽ പരാതി തെറ്റെന്ന് തെളിഞ്ഞു. പ്രിസൈഡിംഗ് ഓഫീസറുടെ പരാതിയിൽ ആരോപണം ഉന്നയിച്ച അനിൽകുമാർ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിജിത്ത് പറയൂ. അഭിജിത്ത്, പരാതി കൊടുത്ത് കുടുങ്ങി അനിൽകുമാർ എന്ന് വേണം പറയാൻ. പറയൂ. എസ്കെൻ, സംഭവം ഇങ്ങനെയാണ്. കോഴിക്കോട് എലത്തൂർ എടക്കാട് സ്കൂളിൽ 17-ാം നമ്പർ ബൂത്തിൽ അനിൽകുമാർ എന്നയാൾ വോട്ട് ചെയ്യാനെത്തുന്നു. അദ്ദേഹം ഈ വോട്ട് ചെയ്യുന്നതിനിടയിൽ തന്റെ വോട്ട് തെറ്റായ ചിഹ്നത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. തുടർന്ന് അല്പസമയം ഈ വോട്ടിംഗ് നടപടികളൊക്കെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നാലെ പ്രിസൈഡിംഗ് ഓഫീസർ ഇവിടേക്ക് വന്നു. പിന്നീട് അദ്ദേഹത്തിന് മുമ്പിലും ഈ അനിൽകുമാർ തന്റെ ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ഈ ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ ഉണ്ടാകുന്ന നിയമ നടപടികളെ കുറിച്ച് അനിൽകുമാറിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും അനിൽകുമാർ തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. തുടർന്നാണ് ടെസ്റ്റ് വോട്ടിംഗ് നടത്താനുള്ള ഒരു തീരുമാനം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ടെസ്റ്റ് വോട്ടിംഗിൽ അനിൽകുമാറിന്റെ ആരോപണം തെറ്റാണെന്ന് തെളിയുകയായിരുന്നു. തുടർന്ന് ഈ പ്രിസൈഡിംഗ് ഓഫീസർ എലത്തൂർ പോലീസിൽ പരാതി നൽകി. അതായത് ഈ ഇലക്ഷൻ നടപടികൾ, വോട്ടിംഗ് നടപടികളൊക്കെ വൈകിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതായിരുന്നു ആ പരാതിക്ക് പുറകിൽ. ഇങ്ങനെയാണ് അനിൽകുമാറിനെ നിലവിൽ എലത്തൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ, മറ്റ് നിയമവശങ്ങളൊക്കെ പരിഗണിച്ച ശേഷം എടുക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ജില്ലാ കലക്ടറുടെ, വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടറുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ്, കള്ളവോട്ട് നടക്കുന്നു, തെറ്റായ ചിഹ്നത്തിലേക്കാണ് വോട്ട് പോകുന്നത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തെറ്റാണ്, അത് തെളിഞ്ഞതാണ് എന്നുള്ള കാര്യം ജില്ലാ കലക്ടർ പറയുന്നുണ്ട്. ഒപ്പം ഈ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നും ജില്ലാ കലക്ടർ കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എസ്കെൻ.